നമസ്കാരം. കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ ജാസ്മിൻ ജാഫർ ബിഗ് ബോസിലൂടെ ശ്രദ്ധേയയായി മാറിയിരിക്കുകയാണ്. ഈ സീസണിലെ ശക്തയായ മത്സരാർത്ഥിയായിട്ടാണ് ജാസ്മിൻ അറിയപ്പെടുന്നത്. നിലവിൽ ടൈറ്റിൽ വിന്നർ സാധ്യതയുള്ള ജാസ്മിനെ പറ്റി പല കഥകളും പുറത്തു പ്രചരിക്കുന്നുണ്ട്. അതിലൊന്ന് വിവാഹം മുടങ്ങിയ കഥയാണ്. നേരത്തെ വിവാഹ നിശ്ചയം വരെ നടത്തിയിട്ടും ജാസ്മിന്റെ വിവാഹം മുടങ്ങിപ്പോയിരുന്നു. ഇതിനെപ്പറ്റി ജാസ്മിൻ മുൻപ് പറഞ്ഞിരുന്നു. ഈ വീഡിയോ ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ്. ഒപ്പം കല്യാണം മുടങ്ങിയതിനെ പറ്റി പ്രചരിച്ച കഥകളിലെ സത്യാവസ്ഥ എന്താണെന്നും താരം വ്യക്തമാക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ മൂക്കിൽ ഫെവിക്കോൾ ഒഴിച്ച് വലിച്ചു കളയുന്നൊരു ഹാക്ക് കണ്ടിട്ട് ഞാനും ചെയ്തിരുന്നു. അത് വളരെ നല്ലൊരു അനുഭവമാണ്. ശരിക്കും അങ്ങനെ ചെയ്തിട്ട് പണി കിട്ടി. മൂക്ക് പുകയുകയും അതുകൊണ്ട് ചെയ്യരുതെന്ന് താൻ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ആരൊക്കെയോ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ചുണ്ടിൽ മൈലാഞ്ചി ഇട്ടിരുന്നു. അടുത്തിടെയും പിന്നെ വർഷങ്ങൾക്ക് മുൻപും ഞാനിത് ചെയ്തു നോക്കിയിരുന്നു. 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ആദ്യം അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ടത് ചുണ്ടിൽ നിന്നും പോയില്ല. ആ സമയത്ത് വീടിന്റെ പണി കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ചുവരൊന്നും തേച്ചിട്ടില്ല. ആ ഭിത്തിയിൽ കൊണ്ടുപോയി ഞാൻ എൻ്റെ ചുണ്ടുരയ്ക്കുകയും ചെയ്തിരുന്നു. ജീവിതത്തിൽ ഏറ്റവും വേദന നിറഞ്ഞ കാര്യം പിതാവിന് ഹാർട്ട് അറ്റാക്ക് വന്നതാണ്. അപ്പോഴൊന്നും കുഴപ്പമില്ലായിരുന്നു. എന്നാൽ അനിയനെ നോക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമമായി. ഇനി സന്തോഷം നിറഞ്ഞ കാര്യത്തെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ അത് വിവാഹ നിശ്ചയത്തെക്കുറിച്ചായിരുന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷം നൽകിയ നിമിഷമാണ്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. കല്യാണം കഴിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. ആർക്കും അതിനോട് താല്പര്യവുമില്ലായിരുന്നു. ഞങ്ങൾക്കും കെട്ടുമെന്ന പ്രതീക്ഷ പോലുമില്ലായിരുന്നു. പക്ഷേ വിവാഹ നിശ്ചയം നടത്തിയത് വലിയ കാര്യമായി. എന്നെ മാനേജ് ചെയ്യുക എന്നത് വലിയ ടാസ്ക്കാണ്. അഹങ്കാരിയാണെന്നല്ല, ഭയങ്കരമായിട്ടുള്ള ഒരു വാശിയുണ്ട് എനിക്ക്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഞാൻ വാശിയുണ്ടാക്കും. ഞാൻ പിടിച്ച മുയലിന് 4 അല്ല 450 കൊമ്പ് എന്ന ചിന്തയാണ്. ഞാൻ ഉദ്ദേശിച്ച കാര്യം നടത്തി തരിക എന്നല്ലാതെ വേറെ വഴിയില്ല. പുള്ളിക്കാരനും അതാണ് ചെയ്യുന്നത്. ഞാൻ എന്ത് പറഞ്ഞാലും ശരി ചിന്നുവെന്ന് പറയും. വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്നെ കാലിൽ പിടിച്ച നിലത്തടിച്ചേനെ. ഞങ്ങളുടെ കല്യാണം മുടങ്ങിപ്പോയി. ഇതിനെപ്പറ്റി നാട്ടുകാർ സംസാരിക്കുന്ന ഒരു വോയിസ് എനിക്ക് കിട്ടിയിരുന്നു. ജാസ്മിന്റെ കല്യാണം മുടങ്ങിപ്പോയി, 100 പവൻ കൊടുക്കാനില്ലെന്ന് പറഞ്ഞിട്ടാണ് മുടങ്ങിയത്. അതറിഞ്ഞ ബാപ്പയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു എന്നൊക്കെയാണ് പലരും പറഞ്ഞു നടക്കുന്നത്. നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങളാണ് പറയപ്പെടുന്നത്. സ്ത്രീധനം കൊടുത്ത് കെട്ടണമെന്നതിനെ പറ്റി യാതൊരു അഭിപ്രായവും എനിക്കില്ല. ചിലർ 20 പവനേ കിട്ടിയുള്ളൂ, 100 പവൻ കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഒരു പവൻ എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഓർക്കുമ്പോൾ നമുക്കൊക്കെ ടെൻഷനാണ്. പിന്നെ അവരുടെ മക്കളെ കെട്ടിക്കുമ്പോൾ ഇതൊന്നും പാടില്ല. വാങ്ങുന്നതിന് കുഴപ്പവുമില്ല എന്നൊക്കെ ജാസ്മിൻ വിശദീകരിക്കുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.